ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആവർത്തിച്ചു പറഞ്ഞ് അഭിഷേകം സ്വീകരിക്കേണ്ട ഒരു ദൈവത്തിൻ്റെ വചനം നൽകപ്പെടുവാണ്. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യം. വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം പറയുവാണ്, വചനത്തിൽ ദൈവം പറയുവാണ്, ദൈവം നമ്മെ ഉപദേശിക്കും, വഴി കാണിച്ചു തരും, നടക്കേണ്ട വഴി പറഞ്ഞു തരും. നമ്മുടെ പലപ്പോഴും പ്രശ്നം എന്താ? നമുക്ക് യഥാർത്ഥത്തിൽ പോകേണ്ട വഴി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ തെറ്റായ വഴികൾ തീരുമാനിക്കുന്നു, തിരഞ്ഞെടുക്കുന്നു. അതുവഴി നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ദൈവം വഴി പറഞ്ഞുതരാം. സകലം അറിയുന്ന ദൈവം, നമ്മെ ജീവനുല്യം സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം വഴി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തെറ്റിപ്പോകില്ലല്ലോ. അതുകൊണ്ട് ഈ കർത്താവ് കാണിച്ചു തരുന്ന വഴി അത് മനസ്സിലാക്കാനുള്ള കൃപ നൽകുമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞു, ഈശോ, ഈ ദൈവവചനം എൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടണം, നീ എനിക്ക് വഴി കാണിച്ചു തരണം. അങ്ങനെ ഞാൻ നിൻ്റെ വഴികളിൽ നടക്കാൻ അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാക്കണം. നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.